ഇന്നിപ്പോൾ ചില ആളുകൾ ഖുർആൻ കൊച്ചു പുസ്തകമാണെന്ന് അവരെ പറഞ്ഞുകൊണ്ട് വിമർശനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭ്രാന്തന്മാരുണ്ടല്ലോ, അവരോട് പറയുകയാണ്, താരാപദങ്ങളെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുകയാണ്, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് സൈറ്റുകൾ, അതിൽ വലിയ അത്ഭുതമുണ്ട്. അത് വെച്ച് ആണയിട്ട് പറയുകയാണ്, ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് മാന്യമായ ഗ്രന്ഥമാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മാന്യതയുള്ള ഒരു മനസ്സോടുകൂടി ഈ ഗ്രന്ഥം തുറന്നു വെച്ചൊന്ന് വായിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ മാന്യതയെ, നിങ്ങളുടെ മനസ്സിൻ്റെ വിശുദ്ധിയെ കളങ്കിതമാക്കുന്ന ഒരു കണിക പോലും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അപ്പുറത്ത് എവിടെയാണ്, കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടുകിടക്കുക. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്ന് നാം തന്നെ അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സന്നാഹങ്ങൾക്ക് അതിൻ്റെ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ നിപ്പ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് നാം എത്രമാത്രം നിസ്സഹായരാണെന്നറിയാൻ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് എല്ലാം നേടിപ്പോയി, എല്ലാം വിരൽത്തുമ്പിലാണെന്ന് അഭിമാനിച്ചവർ വിൻഡോസിൻ്റെ തകർച്ച കൊണ്ട് ലോകത്ത് സംഭവിച്ച എന്തെല്ലാം അനർത്ഥങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ആഴ്ച ലോകം തന്നെ നടുങ്ങിയില്ലേ. എന്താണ് സർവീസ്, ഓഹരി വിപണി നിലച്ചുപോയി, ആരോഗ്യ മേഖലയെ സാരമായി ബാധിച്ചു. 6895 വിമാനങ്ങൾ റദ്ദാക്കി, 21,000 വിമാന സർവീസുകളുടെ സമയം മാറി എന്ന് പറഞ്ഞാൽ, ശാസ്ത്രവും നമ്മളും എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു വൈറസ് മതി എല്ലാം അട്ടിമറിക്കാൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചമുറ്റത്ത് നമ്മൾ ഒന്നുമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പടച്ച തമ്പുരാൻ ഈ ആയത്തിലൂടെ തരുന്നത്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ കാണാൻ കഴിയില്ല. 6-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഒരു ജനതയെ നക്ഷത്രങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് പടച്ച തമ്പുരാൻ അവരുടെ ചിന്തയെ മാടി വിളിക്കുമ്പോൾ, ഞാൻ നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥം കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ മൂഢധാരണകളെ തിരുത്താൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ, അതിനിടയിൽ അല്ലാഹു വ ഇന്നഹു ലഖസമുൻ അളീം എന്ന് പറയേണ്ടടുത്ത് അതിൻ്റെ വിശേഷ വസ്തുവിൻ്റെയും വിശേഷണത്തിൻ്റെയും ഇടയിൽ മുറിക്കുകയാണ്. ഖസമുൻ അളീം എന്ന് പറയേണ്ടടുത്ത് ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം. ഇതൊരു സത്യമാണ്, ഒരു ശബ്ദമാണ്. നിങ്ങൾ അറിയുമെങ്കിൽ ചെറിയ ശബ്ദമല്ല, മഹാശബ്ദമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ അറിഞ്ഞു വരുമ്പോൾ, നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ ഇതൊരു മഹാസംഭവമാണെന്ന് വരും. വല്ലാത്തൊരു വാക്കാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള അടുപ്പവും ബന്ധവും നിലനിർത്താൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളുമായി അവൻ്റെ ഗ്രന്ഥം നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ആയാത്തുകൾ, അത് നമ്മെ അഭിസംബോധന ചെയ്യുന്ന അതിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സജീവമായി ഓർമ്മകളിൽ ഉണ്ടാകേണ്ടതാണ്. പരിശുദ്ധ സൂറത്തുൽ വാഖിഅയെ നാം കുറേ ആഴ്ചകൾ ചർച്ച ചെയ്തതാണ്, അതിൻ്റെ ആശയം പഠിക്കാൻ ശ്രമിച്ചതാണ്. നമ്മളെല്ലാ ദിവസവും പരിശുദ്ധ സൂറത്തുൽ വാഖിഅയിലൂടെ നമ്മുടെ നാവും മനസ്സും കണ്ണും സഞ്ചരിക്കണമെന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിലൂടെ നമ്മെ പ്രധാനമായും പഠിപ്പിച്ച സംഗതി, ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, ഒരു അറുതിയുണ്ട് എന്നതാണ്. ആ അറുതിയിലേക്ക് ലോകം അതിൻ്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകമെല്ലാം ഒരു വലിയ കൂട്ടിയിടിയിലൂടെ അല്ലെങ്കിൽ ഒരു വലിയ സ്ഫോടനത്തിലൂടെ തകർന്ന് തരിപ്പണമാവുകയും ധൂളികളായി ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കണികകളും പരിണമിക്കുകയും ചെയ്യുന്ന ഒരു നാൾ സമാഗതമാകാനുണ്ട് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിലെ ആമുഖത്തിലൂടെ നമ്മോട് പറയുകയും, വളരെ സന്തോഷകരമായി, ആസൂത്രിതമായി, അനുകൂലമായി, അനുഗ്രഹീതമായി അണിയിച്ചൊരുക്കപ്പെട്ട ഈ പ്രകൃതി നിങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ആസൂത്രണം ചെയ്യാൻ അറിയാമെങ്കിൽ ആ പ്രകൃതിയെ, ആ ഭൂമിയെ മറ്റൊരിക്കൽ കൂടി തകർക്കാനും ഒരു പുനർലോകം, നവലോകം ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിൽ കെട്ടിപ്പടുക്കാനും സർവശക്തനായ അള്ളാഹുവിന് കഴിയും എന്ന കാര്യമാണ് സൂറത്തുൽ വാഖിഅ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി. ഈ ഓർമ്മകളാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ
പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മകൾ അതാണ്. നാശമില്ലാത്ത, അന്ത്യമില്ലാത്ത, വളരെ അനുകൂലമായ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ചോ തദനന്തരം വന്നു ഭവിക്കാനിടയുള്ള ഒരു പുതുലോകത്തിൻ്റെ ക്രമത്തെക്കുറിച്ചോ അവിടെ നാം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചോ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന അനുകൂല കാലാവസ്ഥയിൽ പലപ്പോഴും നാം മറവി രോഗത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മെ ശ്രദ്ധ തിരിക്കുകയും നിങ്ങൾ എത്ര ഗ്രൂപ്പുകളായി, സംഘങ്ങളായി ഈ ലോകത്ത് ചേരിതിരിഞ്ഞ് നിന്ന് പരസ്പരം പെരുമയ്ക്ക് വേണ്ടിയിട്ട് മത്സരിച്ചാലും നിങ്ങൾ ഈ ലോകം തകർന്നടിയുമ്പോൾ നിങ്ങൾ കേവലം 3 സമൂഹമായിരിക്കുമെന്നും അള്ളാഹു വ്യക്തമാക്കി. ഒന്ന്, നന്മകൾ ജീവിതത്തിൽ തേടി നടന്ന ഒരു സമൂഹം, നന്മകളെ ഒരാനന്ദമായി, ആഘോഷമായി കൊണ്ടു നടന്നവർ. തിന്മകളെന്ന ചിന്ത പോലും അവർക്ക് അരോചകമായിരുന്നു. തെറ്റായ ഒരു ചിന്ത, തെറ്റായ ഒരു വാക്ക്, ഒരു ദുഷ്കൃതം, ഒരു തെറ്റായ പ്രവൃത്തി അവർക്ക് ആലോചിക്കാൻ പോലും ആകാത്തതാണ്. അത്തരത്തിൽ വിശുദ്ധാത്മാക്കളായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സാബിഖ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നന്മയും തിന്മയും കൂട്ടിക്കലർത്തി എന്നാൽ ഒരു പടി തിന്മയേക്കാൾ നന്മ മുമ്പിൽ നിന്ന ആളുകളുടെ രണ്ടാമത്തെ ശരാശരി വിഭാഗത്തെക്കുറിച്ചും ഇവർക്ക് രണ്ടു കൂട്ടർക്കും, ഒരു കൂട്ടർക്ക് വലിയ പ്രതീക്ഷകളാണുള്ളതെങ്കിൽ രണ്ടാമത്തെ കൂട്ടർക്ക് ശുഭപ്രതീക്ഷകൾക്ക് വകയുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടരെക്കുറിച്ച് അള്ളാഹു പറയുകയുണ്ടായി, അവർ വരാൻ പോകുന്ന പരലോകത്തെ നിഷേധിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കുറ്റപത്രമായി അള്ളാഹു താല സമർപ്പിച്ചത്. വാ സഹാബ് ഷിമാൽ, മാ സഹാബ് ഷിമാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ വളരെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച്, ഭീകരാവസ്ഥകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ പ്രവിശാലമായ, അതിരുകളില്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നതും എന്നാൽ അതിരുകൾ ഉള്ളതുമായ ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. അതിരുകളുണ്ടെന്ന് പറഞ്ഞാലും അതിരുകൾ കണ്ടെത്താനാവാത്തൊരു ലോകം. ആ ലോകത്ത് ജീവിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നാം ജീവിക്കുന്ന കേവലം നിസ്സാരമായ, ഏറ്റവും ചെറുതായ ഈ പ്രപഞ്ചഘടനയിൽ ഒരു മൈതാന മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പൊട്ടിൻ്റെ പോലും വലിപ്പമില്ലാത്ത ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നാം വരാൻ പോകുന്ന ഒരു ലോകത്തെ ക്രമത്തെ നിഷേധിക്കുന്നവരാകുന്നുവെങ്കിൽ അവരാണ് ഈ ലോകത്തെ ഏറ്റവും അപകടം പിടിച്ചവർ എന്നാണ് സൂറത്തുൽ വാഖിയയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മൂന്നാമത്തെ വിഭാഗം, വളരെ വലിയ ദൗർഭാഗ്യവാന്മാരായ ആ വിഭാഗം ഈ മൂന്നാമത്തേതാണ്. അവർ ഈ ലോകത്തിൻ്റെ പ്രത്യക്ഷമായ അനുകൂലാവസ്ഥകളെ, ഈ ലോകത്തിൻ്റെ പളപളപ്പുകളെ, ഇതിൻ്റെ മാസ്മരികതകളെ, ഇതിൻ്റെ മനോഹാരികതകളെ മാത്രം കാണുകയും അതനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇതിന് ശേഷം വരാൻ പോകുന്നതിനെക്കുറിച്ച് അവരശ്രദ്ധരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുകയാണ്. ഒടുവിൽ കാര്യങ്ങൾ അള്ളാഹുവിന് ഇതൊക്കെ സാധ്യമാകുന്നതാണെന്നതിന് അള്ളാഹു ഒരുപാട് തെളിവുകൾ നിരത്തി. നാം അത് പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അതിൽ അള്ളാഹു വെള്ളത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു, ഇത് നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ്. തീയെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിച്ചു, ഇത് നിങ്ങളുടെ കണക്കുകൾക്കപ്പുറത്തുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചു, നിങ്ങൾക്കാർക്കും സാധ്യമാകാത്ത വിധത്തിലാണ് ഈ ഭൂമി, ഫലം പെറും ഭൂമി, ഇങ്ങനെ അത്ഭുതകരമായ നിലയിൽ നിങ്ങൾക്ക് അനിവാര്യമായ ഈ ഫലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വശത്ത് നിലകൊള്ളുമ്പോഴും മറുവശത്ത് അത് നിങ്ങൾക്കെതിരാകുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയുണ്ടായി. അള്ളാഹു ഒടുവിൽ പറയുകയാണ്, ഫല, നിങ്ങളുടെ ഈ നിഷേധി വിഭാഗത്തെ, ഈ ലോകത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് തനിക്കെന്തോ സ്ത്രീധനം കിട്ടിയതുപോലെ അല്ലെങ്കിൽ തനിക്കെന്തോ അവകാശം ലഭിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു എന്നെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് മാത്രമാണെന്നും ഭൂമിയിലെ സുഖസൗകര്യാദികൾ അവൻ്റെ ഒരു ഔദാര്യം മാത്രമാണെന്നും ഉള്ള അതൊരു നിശ്ചിത കാലം അനുഭവിച്ചുകൊണ്ട് നല്ലത് ചെയ്തും ചീത്ത ചെയ്തും ഈ ലോകത്ത് മനുഷ്യൻ വ്യത്യസ്തനാകുമ്പോൾ നല്ലതിനോടൊപ്പം നല്ലവരോടൊപ്പമാകാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇതെൻ്റെ ജീവിതമെന്ന തിരിച്ചറിവില്ലാതെ ഈ പരലോകത്തിൻ്റെ സംഭവ്യതികതകളെ നിഷേധിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒടുവിൽ പരാമർശിക്കുകയാണ്. അവരോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. അള്ളാഹു പറയുകയാണ്, ഫലാ,
ഇല്ലേ ഇല്ല. നിങ്ങളുടെ സങ്കല്പങ്ങൾ, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ അമ്പേ തെറ്റാണ്. നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ. ഈ ലോകഘടന നിങ്ങളുടെ ഭാവനകൾക്ക് എത്രയോ അപ്പുറമാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥത്തെ പിടിച്ച് ഞാൻ ആണയിട്ട് പറയട്ടെ. അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണത്. ഫലാ ഉഖ്സിമു. ലാ ഉഖ്സിമു എന്ന് പറയുമ്പോൾ നേർക്ക് നേരെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ്. ലാ ഉഖ്സിമു, ഉഖ്സിമു സത്യം ചെയ്യുന്നു ഞാൻ എന്നാണ്. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നില്ലെന്നാണ്. പക്ഷെ പടച്ചവൻ്റെ പരിശുദ്ധ ഖുർആനിലെ പലപ്പോഴുമുള്ള ഒരു പ്രയോഗ ശൈലിയാണത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ വായിച്ചാൽ തോന്നുക. പക്ഷെ അങ്ങനെയല്ലത്. ലാ ലാ, അള്ളാഹു പറയുകയാണ് അല്ലേ അല്ല. ഇതുവരെയുള്ള നിങ്ങൾ വെച്ച് പുലർത്തിയ നിങ്ങളുടെ തെറ്റായ ധാരണകൾ തിരുത്തപ്പെടേണ്ടതാണ്. കാര്യം അങ്ങനെയല്ല. ലാ ഉഖ്സിം, ഞാൻ ആണയിടുന്നു, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു ശൈലിയുണ്ട്. പല ഭാഗത്തും പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഭാഗത്ത് ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഇവിടെയൊക്കെ ഒരു ലാ വരുന്നുണ്ട്. ഇല്ല എന്ന നിഷേധാർത്ഥത്തിലല്ലത്. അത് പക്ഷേ മുമ്പുള്ള നിങ്ങളുടെ ആ മൂഢസങ്കല്പങ്ങൾ, ആ ധാരണകൾ, അത് തിരുത്തപ്പെടേണ്ടതാണ്. ലാ ലാ, നിങ്ങൾ കരുതിയതുപോലെയല്ല. ഉഖ്സിമു, ഞാൻ ആണയിട്ട് പറയുകയാണ്. ബിമവാഖിഇൻ നുജൂം, ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് കൂടി ഞാൻ നിങ്ങളോട് ആണയിട്ട് പറയുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? വ ഇന്നഹു ലഖസമുൻ, വ ഇന്നഹു ലഖസമുൻ, തീർച്ചയായും അതൊരു ശപഥമാണ്, ഒരാണയാണ്. അലീം എന്നാണ് പുറകെ പറയുന്നത്. മഹത്തായ ഒരു ശപഥമാണ് ഞാൻ ഈ ചെയ്യുന്നത്. മഹത്തായ ഒരാണയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതായത് നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഒരു മാറ്ററാണ്, ഒരു പ്രശ്നമാണ്, ഒരു ഇഷ്യൂ ആണ്. ഇന്നഹു ലഖസം ലൗ തഅലമൂന അളീം, തീർച്ചയായും ഇതൊരു മഹാസത്യമാണ്. ഇന്നഹു ലഖസം. ഒടുവിൽ അള്ളാഹു നമ്മോട് പറയാം, ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു, ഓർമ്മിപ്പിക്കുകയാണ്. ചിന്ത മുരടിച്ചു പോയവർ, അല്ലെങ്കിൽ ചിന്ത മരവിച്ചു പോയവർ, ചിന്തയുടെ കവാടങ്ങൾ തുറക്കാത്തവർ, പ്രകൃതിയിൽ ജീവിച്ചിട്ട്, പ്രപഞ്ചത്തിൽ ജീവിച്ചിട്ട് പ്രകൃതി എന്താണ് നമുക്ക് തരുന്നത്, എങ്ങനെയാണ് പ്രകൃതിയുടെ സഞ്ചാരം, പ്രകൃതിയുടെ പ്രയാണം, പ്രകൃതിയുടെ പുരോയാനം എന്നൊന്നും ആലോചിക്കാൻ മെനക്കെടാത്ത, മസ്തിഷ്കം മരവിച്ചു പോയവരുടെ ചിന്തയെ പിടിച്ചുലയ്ക്കുകയാണ് ഇത്തരം ആയത്തുകൾ. ഫലാ, നിങ്ങൾ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ, അവയെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം, തീർച്ചയായും അതൊരു സത്യമാണ്. നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ അറിയുമെങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ഈ സത്യം ചെയ്ത സംഗതി, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥം, നക്ഷത്രങ്ങളുടെ സ്ഥാനം, അങ്ങനെയും അതിനർത്ഥമുണ്ട്. നക്ഷത്രങ്ങളുടെ സൈറ്റ്, നമുക്ക് മവാഖിന് ഡിക്ഷണറിയിൽ സൈറ്റ് എന്നർത്ഥം കാണാം. നക്ഷത്രങ്ങളുടെ ഒരു സൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്, ഒരു വലിയ ചിന്താ വിഷയമാണ്. പക്ഷേ ഇന്നഹു ലഖസമുൻ അളീം, ഒരു മഹത്തായ ശപഥമാണത് എന്ന് പറയുന്നതിന് ഇടമുറിച്ച് അള്ളാഹു പറയുകയാണ് ലൗ തഅലമൂന, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അത് വേണ്ടത്ര മനസ്സിലായിട്ടില്ല. 6-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഒരു ജനതയെ നക്ഷത്രങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് പടച്ചതമ്പുരാൻ അവരുടെ ചിന്തയെ മാടി വിളിക്കുമ്പോൾ, ഞാൻ നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥം കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ മൂഢധാരണകളെ തിരുത്താൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ, അതിനിടയിൽ അള്ളാഹു വ ഇന്നഹു ലഖസമുൻ അളീം എന്ന് പറയേണ്ടടുത്ത് അതിൻ്റെ വിശേഷ വസ്തുവിൻ്റെയും വിശേഷണത്തിൻ്റെയും ഇടയിൽ മുറിക്കുകയാണ്. ഖസമുൻ അളീം എന്ന് പറയേണ്ടടുത്ത് ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം, ഇതൊരു സത്യമാണ്, ഒരു ശപഥമാണ്. നിങ്ങൾ അറിയുമെങ്കിൽ, ചെറിയ ശപഥമല്ല, മഹാശപഥമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ അറിഞ്ഞു വരുമ്പോൾ, നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ ഇതൊരു മഹാസംഭവമാണെന്ന് വരും. വല്ലാത്തൊരു വാക്കാണത്. സൂറത്തുൽ വാഖിഅ എത്രയോ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. വായുവിനെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, അഗ്നിയെക്കുറിച്ച്, പഞ്ചഭൂതങ്ങളെക്കുറിച്ചൊക്കെ, മണ്ണിനെക്കുറിച്ച് ഒക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടത്. അതെല്ലാം പറഞ്ഞു. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്?
അതിൽ നിങ്ങൾക്ക് വല്ല കൈകടത്തലുണ്ടോ? ഇത് നിയന്ത്രിക്കുന്നതിൽ വല്ല പങ്കുണ്ടോ? അതിൻ്റെ ഉൽപ്പാദനക്ഷമതയിൽ നിങ്ങളുടെ പങ്കുണ്ടോ? ഇതിനെ നിയന്ത്രിക്കുന്നതിൽ ഇതൊക്കെ പറഞ്ഞ് അള്ളാഹു ആകാശത്തിലേക്ക് കൂടി നമ്മുടെ ചിന്തയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഈ ലോകം പിന്നിട്ടാൽ പിന്നെ നിങ്ങൾ മറ്റൊരു ലോകം ഉണ്ടാവുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ ആകാശസീമകളിലേക്ക് കൂടി കണ്ണുപായിക്കുക. ഒരു വലിയ സത്യം നിങ്ങളോട് ഞാൻ ചെയ്തു പറയുന്നു, നക്ഷത്ര രാശികളെക്കുറിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നഹൂല ഖുർആനുൻ കരീം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇത് വളരെ മാന്യമായ ഗ്രന്ഥമാണ്, പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങളോട് സമർപ്പിക്കുന്ന മുഴുവൻ സന്ദേശങ്ങളും മാന്യമായതാണ്, ഉദാരമായതാണ്, കരീമായതാണ്. അമാന്യമായത് എന്തെങ്കിലും അരവാക്കുപോലും നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. മാന്യത, വിരൽത്തുമ്പ് വരെ മാന്യത മുറ്റു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, അന്തസ്സുള്ളവൻ, മനസ്സിൽ മാലിന്യമില്ലാത്തവൻ, ആരെങ്കിലും ഒരാൾ ഖുർആൻ വായിച്ചിട്ട് ഈ ഖുർആനിൽ അമാന്യമായത് എന്തെങ്കിലും ഉണ്ടെന്ന് ഒരക്ഷരം പറയാൻ കഴിയില്ല. ഒരശ്ലീലം നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. ഇന്നിപ്പോൾ ചില ആളുകൾ ഖുർആൻ കൊച്ചു പുസ്തകമാണെന്ന് അവരെ പറഞ്ഞുകൊണ്ട് വിമർശനം പറഞ്ഞു നടക്കുന്ന പ്രാന്തന്മാരുണ്ടല്ലോ, അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ താരാപദങ്ങളെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുകയാണ്, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് സൈറ്റുകൾ, അതിൽ വലിയ അത്ഭുതമുണ്ട്. അത് വെച്ച് ആണയിട്ട് പറയുകയാണ്, ഇന്നഹൂല ഖുർആനുൻ കരീം, ഇത് മാന്യമായ ഗ്രന്ഥമാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മാന്യതയുള്ള ഒരു മനസ്സോടുകൂടി ഈ ഗ്രന്ഥം തുറന്നു വെച്ചൊന്ന് വായിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ മാന്യതയെ, നിങ്ങളുടെ മനസ്സിൻ്റെ വിശുദ്ധിയെ കളങ്കിതമാക്കുന്ന ഒരു കണിക പോലും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. എന്നല്ല, നിങ്ങൾ എത്രമാത്രം ശുദ്ധ മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഈ ഗ്രന്ഥത്തെ തുറന്നു വായിക്കുന്നതെങ്കിലും, നിങ്ങളിനി എത്ര മാസം മോശപ്പെട്ട ആളായി പോയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ മനസ്സ് മാന്യതയുള്ള, അന്തസ്സുള്ള, സത്യോന്മുഖമായ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ ആ ഖുർആൻ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പവിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, വിമലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സ് മാന്യമായി കൊണ്ടേയിരിക്കും. ഉറപ്പാ. ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് തുറന്നു പിടിച്ച മനസ്സോടുകൂടി, ശാന്തമായ ഹൃദയത്തോടുകൂടി, സത്യബോധത്തോടുകൂടി നിങ്ങൾ ഖുർആനിൻ്റെ ഒരു പരിഭാഷയെങ്കിലും എടുത്തു വെച്ച് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോയി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാന്യമല്ലാത്ത ഒരു വർത്തമാനമാണല്ലോ ഈ ഗ്രന്ഥം പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു വാക്കുണ്ടാകുമെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് പറയുക, ആരോടും പറയാം, ഒരാൾക്കും പറയാൻ കഴിയില്ല. വിമർശനത്തിന് വേണ്ടിയും ആർക്കെങ്കിലും വേണ്ടിയും വായിച്ചിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും അമാന്യമായതൊന്നും ഈ ഗ്രന്ഥത്തിൽ കാണില്ല. ഫി കിതാബിൻ മക്നൂൻ. ഇതെന്തുകൊണ്ടെന്നറിയുമോ? ഇതൊരു ഗുപ്ത ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ നിങ്ങൾ കാണുന്ന ഖുർആനല്ല. അള്ളാഹു നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ, നിങ്ങളുടെ മനസ്സിന് പാകപ്പെടാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത പരലോക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വിളംബരം ചെയ്യുമ്പോൾ, ഇങ്ങനെയൊന്നുമില്ല ഈ ലോകത്ത്, ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഉസൂൻ എന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? മൂന്നാമത്തെ കൂട്ടർ ദൗർഭാഗ്യവാന്മാർ, അസ്ഹാബു ഷിമാൽ, നരകത്തിൻ്റെ അവകാശികളെന്ന് അല്ലാഹു പറഞ്ഞവർ, അവരുടെ കുഴപ്പം എന്താന്ന് പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞല്ലോ, ഇദാ മിത്ന വകുന്ന തുറാബ, ഞങ്ങൾ മരിച്ചിട്ട് മണ്ണടിഞ്ഞു പോയാൽ, വഇളാമ, അസ്ഥി പഞ്ചരമായി മാറിയാൽ, അഇന്നാ ലമബ്ഉസൂൻ, ഇനിയും ഞങ്ങൾ ജനിക്കുമോ? ഇതല്ലേ നിങ്ങളുടെ വലിയ അവിശ്വസനീയതയ്ക്ക് കാരണം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇത്രയും വലിയ ധിക്കാരികളാക്കി തീർക്കാൻ കാരണം, നിങ്ങളൊന്നും മരിച്ച് മണ്ണടിഞ്ഞു പോയാൽ നിങ്ങളുടെ കോശ കണങ്ങളിൽ നിന്ന് എനിക്ക് ഇനിയും ഒരിക്കൽ കൂടി നിങ്ങൾക്കൊരു പുനർജന്മം സാധ്യമാകുമോ എന്നൊരു ചെറിയ സംശയമല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങളെ, സത്യങ്ങളെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ഒരൊറ്റ തടസ്സം ഇതേ ഉള്ളൂ. പറയുമ്പോൾ പറയും ഞാനും മുസ്ലിമാണ്, ആഖിറൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ എങ്കിലും ഒരു സംശയം, മരിച്ചങ്ങ് മണ്ണടിഞ്ഞു പോയിട്ട് ആരും തിരിച്ചു വന്നില്ലല്ലോ. ഇന്നാലെ മബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ വാപ്പ ഉപ്പൂപ്പന്മാർ, കാക്ക കാരണവന്മാരും ഒക്കെ എഴുന്നേറ്റ് വരുമെന്നോ? ഇതുവരെ ആരും വന്നില്ലല്ലോ. ഇതല്ലേ എല്ലാവരുടെയും ഉള്ളിലുള്ള കുറച്ചൊക്കെ. തുറന്നു പറയാത്തതാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ചാർജ് ഷീറ്റ്, ഇതാണ് നിങ്ങൾ കെട്ടുപോയ നിങ്ങളുടെ ജീവിതം തന്നെ അർത്ഥരഹിതമായി പരിണമിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കാൻ. നിങ്ങൾ ഉന്നതന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് പോകട്ടെ, ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നന്മകളുടെ എണ്ണം തൂക്കമൊരൽപ്പമെന്ന് തിന്മകളെക്കാൾ വർദ്ധിച്ചു നിൽക്കുന്ന നിലയിലേക്കെങ്കിലും ഉയരാൻ
നിങ്ങൾക്ക് കഴിയാതെ പോകാൻ കാരണം നിങ്ങളുടെ ഈ മനോഭാവമല്ലേ? മരിച്ചാൽ മണ്ണടിഞ്ഞ പിന്നെ ഉയർത്തെഴുന്നേക്കാൻ പോകുന്നു എന്ന് അല്ലേ? അവിടെയാണ് അള്ളാഹു നമ്മളോട് ചോദിച്ചത്, ഈ മണ്ണിൽ നിങ്ങൾ കുഴിച്ചിട്ട നിങ്ങളുടെ വിത്തുകൾ ആരാണ് മുളപ്പിക്കുന്നത്? നമ്മളാണോ? ഈ മണ്ണിന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ജീവബോഡിയുടെ അംശമായി തീരുന്ന ഒരു കോശത്തെ മുളപ്പിക്കാൻ ശേഷിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഒരു ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ബീജകണങ്ങൾക്ക് അത്ഭുതകരമായ ഉൽപാദനക്ഷമത തന്ന പടച്ചതമ്പുരാന് ഈ ഭൂമിയിൽ നിന്ന് അത്ഭുതകരമായി വിളവുകൾ, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തീറ്റുന്ന പടച്ചതമ്പുരാന് ഈ മണ്ണിൻ്റെ ഉൽപ്പാദനശേഷിയെക്കുറിച്ച് നിങ്ങൾ ആലോചനയില്ലാതെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ മണ്ണിനകത്തേക്ക് ഞങ്ങൾ ഇനി പോയാൽ ഇനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലെന്ന്. കഷ്ടം, നിങ്ങളുടെ കാര്യം മഹാകഷ്ടം. മണ്ണിന് ഉൽപ്പാദനശേഷി ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? അതിന് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഉൽപ്പാദനശേഷി കൊണ്ടല്ലേ ഫലം പെറും പാരിതവൻ്റെ തോട്ടം, ഫലം പെറും പാരിതവൻ്റെ തോട്ടം. ഫലമുൽപ്പാദിപ്പിക്കുന്ന ഈ ഭൂമി ആരുടെ തോട്ടമാണെന്ന് നമ്മുടെ മലയാളത്തിൻ്റെ കവികൾ ചോദിച്ചത്. ചിന്തകന്മാർ, ബുദ്ധിയുള്ളവർ, ആത്മജ്ഞാനികൾ ചിന്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളില്ല. ഈ ഫലം പെറുന്നു, ഫലം ഇങ്ങനെ പെറുകയല്ലേ? മനുഷ്യൻ മക്കളെ പെറുന്നത് പോലെ ഫലം പെറുകയല്ലേ ഭൂമിക്കുണ്ട് പ്രസവശേഷി, ഭൂമിക്കുണ്ട് ഉൽപ്പാദനശേഷി, മനുഷ്യൻ്റെ ഗർഭപാത്രത്തിനുമുണ്ട് ഉൽപ്പാദനശേഷി. അത് രണ്ടും കൊടുത്തത് ആരാ? നിങ്ങളുടെ അള്ളാഹു അല്ലേ തന്നത്? എന്നിട്ട് നിങ്ങൾ ചോദിച്ചു അല്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ മരിച്ച് മണ്ണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ? അവിടെ ഉണ്ടായിട്ടല്ലേ പിന്നെ ഈ ലോകക്രമം വരാൻ പോകുന്നത്? അവിടെയല്ലേ പിന്നെ ഈ നന്മകളുടെ തിന്മകളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കാൻ പോകുന്നത്? അവിടെയല്ലേ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്? എവിടെയാ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഫലാ നിങ്ങളുടെ ഈ അബദ്ധധാരണകളൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങളുടെ ഈ സങ്കല്പങ്ങളെല്ലാം മൂഢമാണ്. ഉഖ്സിമു, ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യവും കൂടി സത്യം ചെയ്ത് പറയാ, ബിമവാഖിൻ നുജൂം, നക്ഷത്ര താരാപഥങ്ങൾ നിങ്ങളുടെ ചിന്തയുടെ ആഹാരമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ക്ഷണിക്കുന്നത് വലിയ കാര്യങ്ങളിലേക്കാണ്. ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ വിധേയത്വത്തിൽ നിന്ന്, അനുസരണത്തിൽ നിന്ന് വഴിമാറി നടക്കാനോ അവൻ്റെ കൽപ്പനകളെ വെല്ലുവിളിക്കാനോ ഈ ലോകത്ത് കഴിയില്ല. കാരണം ആകാശഗോളങ്ങൾ, അനേക ലക്ഷം ഗോളങ്ങൾ ആർത്തിരമ്പുന്ന ആകാശ സീമകളിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഒരല്പം ചിന്തിക്കുന്നവന് ഈ പ്രകൃതി കാത്തു സൂക്ഷിക്കുന്ന ഡിസിപ്ലിൻ, അച്ചടക്കം അവനെ എത്രമാത്രം ഈ പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ട് വിനയാന്വിതനാകാൻ പഠിപ്പിക്കും. സൂര്യൻ്റെ അച്ചടക്കം, ചന്ദ്രൻ്റെ അച്ചടക്കം, നക്ഷത്രങ്ങളുടെ അച്ചടക്കം, ഇങ്ങനെ ഈ പ്രകൃതി വസ്തുക്കളുടെ അച്ചടക്കം എത്ര അത്ഭുതകരമാണ്. ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ, നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ പഠനം, ആധുനികമായ പഠനം അത്ഭുതകരമായ അറിവുകളിലേക്കാണ് നമ്മളെ എത്തിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് ആ സ്ഥാനങ്ങളുടെ ആപേക്ഷിക പ്രാധാന്യമാണ് അല്ലാഹു ഊന്നിപ്പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ നിന്ന് മനുഷ്യന് നക്ഷത്രങ്ങളെ കാണാൻ പോലും കഴിയില്ല എന്നൊരു വലിയ സത്യമുണ്ട്. നിങ്ങൾ വല്ലതും അറിയുന്നതാണോ യാഥാർത്ഥ്യം? അല്ലാഹു ചോദിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു നക്ഷത്രവും ഇപ്പോൾ ഉള്ള നക്ഷത്രങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കാണുന്ന ഒരു നക്ഷത്രവും അവിടെ ഉള്ള നക്ഷത്രമല്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, നക്ഷത്രങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങൾ, അതിൻ്റെ സൈറ്റ്, അതിനെ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ കണ്ടതൊന്നുമല്ല കാര്യം. സയൻസ് പഠിച്ചിട്ടുള്ള മക്കളോട് പോയി ചോദിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്തെന്ന്? നമ്മൾ ഈ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ അവിടെ ഉള്ള നക്ഷത്രങ്ങളല്ല. ആൽഫ സെഞ്ചുറി എന്ന് പറയപ്പെടുന്ന ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പോലും 4.5 പ്രകാശവർഷം അകലെയാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു പ്രകാശവർഷം ആകാശത്തിൻ്റെ ദൂരങ്ങൾ, അതിരുകളില്ലാത്ത ദൂരങ്ങളിലേക്ക് മനുഷ്യൻ കണ്ണുപായിക്കാൻ കഴിഞ്ഞപ്പോൾ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആകാശ സീമകളിലേക്ക് മനുഷ്യൻ എത്തിപ്പിടിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ കൊണ്ട്, അതിൻ്റെ സൈറ്റുകളെ മുമ്പിൽ വെച്ച് നിങ്ങളോട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇന്നഹു ലഖസം, അതൊരു മഹാശപഥമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ലൗ തഅലമൂന, നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, അളീം, വലിയ ശപഥമാണ്. എന്തിനാ ഇടയ്ക്ക് കയറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ എന്ന് പറഞ്ഞേ? പലപ്പോഴും നമ്മൾ അക്കാര്യത്തിൽ അജ്ഞരാണ്, നമ്മൾ അന്ധരാണ്, നമ്മൾ വിഡ്ഢികളാണ്. ആ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോഴും ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ കാണുന്ന നക്ഷത്രങ്ങൾ ഉള്ളതല്ല, ഉള്ള നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ സത്യത്തിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു മണ്ടത്തരമാണെന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? എന്നാൽ അതില്ല.
ആ നക്ഷത്രങ്ങൾ ഇപ്പോൾ നാം കാണുന്ന ആ സ്ഥാനത്തു കൂടി അതിൻ്റെ താരാപഥത്തിലൂടെ എത്രയോ എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് സഞ്ചരിച്ച് കടന്നുപോയി. ആ നക്ഷത്രങ്ങളിൽ പലതും അസ്തമിച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഇപ്പോൾ ആ നക്ഷത്രങ്ങൾ പലതും ഉണ്ടെന്ന് തന്നെ വരില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ നക്ഷത്രങ്ങൾ ആ സ്ഥാനത്തുണ്ടാവില്ല. ഇന്ന് നാം കാണുന്ന സ്ഥാനത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ആ നക്ഷത്രം പൊഴിച്ച ആ പ്രകാശം ഭൂമിയിൽ എത്തിച്ചേരാൻ 4.5 പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ 4.5 കൊല്ലം ഭൂമിയിലേക്ക് സഞ്ചരിക്കണം. 4.5 കൊല്ലം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന് 1,00,000 കിലോമീറ്റർ. അറിയോ അതൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അതൊരു വലിയ ഒരു ശാസ്ത്രവും താങ്ങാനാവാത്ത വിഷയമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പ്രപഞ്ചം എത്ര വിശാലമായ ഒരു പ്രപഞ്ചത്തിലെ ഒരു അണുവാണ്, ഒരു കീടമാണ് നമ്മുടെ ഭൂമിയെന്ന്. എന്നിട്ട് വേണം ആ ഭൂമിയിലെ ഒരു മനുഷ്യൻ ഇവിടെ ഇപ്പോൾ ജീവിക്കുന്ന ആകെയുള്ള മഹാഭൂമിയുടെ 4/3 വെള്ളം നിറഞ്ഞു നിൽക്കുകയും 4/1 മാത്രമുള്ള കരയിൽ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഏതാണ്ട് 10/1 മാത്രത്തിൽ ജീവിക്കുന്ന 800 കോടി മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമായി എനിക്ക് ഈ പ്രപഞ്ചമുറ്റത്ത് എന്താണ് ഒരിടം, വെല്ലുവിളിക്കാൻ മാത്രം എനിക്ക് എന്തുണ്ട് എന്നൊരല്പം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമ്മളോട് പറയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണമെന്ന്. അങ്ങോട്ടാണ് നമ്മുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലാഹു തആല. നിങ്ങൾ ലൗ തഅലമൂന അളീം, ഒരു മഹാസംഭവമാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ലൗ തഅലമൂൻ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വലുതാന്ന് മനസ്സിലാകും. പഠിക്കാത്ത നിങ്ങൾക്കതിൻ്റെ വലിപ്പം മനസ്സിലാകില്ല. ഇതൊരു മഹാഗ്രന്ഥമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ, അടച്ചു വയ്ക്കപ്പെട്ട ആരും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു മഹാഗ്രന്ഥത്തിൻ്റെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ നബിയുടെ മേൽ ഇറക്കുകയും താങ്ങാനാവാത്ത തൻ്റെ ഉള്ളിലേക്ക് ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിലിസാനിൻ, ഇതെങ്ങനെ ഇറങ്ങിയതാ? നസല ബിഹി റൂഹുൽ അമീൻ, ഇത് വിശ്വസ്തനായ ആത്മാവ്, വിശ്വസ്തനായ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇതും കൊണ്ടുവന്നത്. ആകാശസീമകളിൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടു വെച്ചിരിക്കുന്ന ഈ മഹാപവിത്രമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമല കൽബിക്ക്, അത് തങ്ങളുടെ ബോഡിയിലേക്കോ തങ്ങളുടെ കാതിലേക്കോ തങ്ങളുടെ കണ്ണിലേക്കോ അല്ല അത് വന്നത്. അല്ല കൽബിക്ക, താങ്കളുടെ ഹൃദയമാണ്. റൂഹിനോടാണ് ചേർന്നത്. മനുഷ്യൻ്റെ കൽബിലാണ് റൂഹിൻ്റെ ബന്ധം, മനുഷ്യൻ്റെ ബോഡിയിലല്ല, കൽബിലേക്കാണ് റൂഹിൻ്റെ ബന്ധം. ആ കൽബുമായി റൂഹുമായി ചേർന്നതാണത്. റൂഹുമായി ചേർന്ന് നിങ്ങളിലേക്ക് വന്നു കിട്ടിയതാണ് ഇത്. ഫി കിതാബിൻ മക്നൂൻ, ഇത് നിഗൂഢമായ ഒരു ഗ്രന്ഥം. യഥാർത്ഥ അതിൻ്റെ ഒറിജിനൽ ടെസ്റ്റ് അള്ളാഹുവിൻ്റെ സമീപത്താണുള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, അതിനെ അങ്ങേറ്റം പരിശുദ്ധരല്ലാതെ തൊടുന്നു പോലുമില്ല, സ്പർശിക്കുന്നു പോലുമില്ല. മുത്തഹ്ഹർ എന്ന് പറഞ്ഞാൽ മഹാപരിശുദ്ധിയുള്ളവർ, മലക്കുകൾ. മുത്തഹ്ഹർ വെറും ശുദ്ധിയുള്ളവൻ താഹിറാണ്. മുത്തഹ്ഹർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അതിൻ്റെ പരികോടിയിൽ നിൽക്കുന്ന ആളുകളെ അത് സ്പർശിക്കുക പോലും ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരംശമാണ് നിങ്ങളിലേക്ക് വന്നു കിട്ടുന്നത് എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുക. അപ്പോൾ സഹോദരങ്ങളെ, നാം ഇതൊന്നും കാണുന്നതല്ല യാഥാർത്ഥ്യം. കാണുന്നതിൻ്റെ അപ്പുറത്ത് ചില സത്യങ്ങളുണ്ടെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ പലതും 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതുവഴി കടന്നുപോയി അന്ന് പൊഴിച്ച പ്രകാശം ഇന്ന് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് നമ്മോട് പറയുന്നത് ആരാണ്? ശാസ്ത്രീയമായ അറിവുകളാണ്. അതുകൊണ്ട് നാം ഇന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യന് നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല. മനുഷ്യന് കാണാൻ കഴിയുന്നതെല്ലാം നക്ഷത്രങ്ങൾ കടന്നുപോയ സ്ഥലങ്ങളുടെ ആപേക്ഷിക ചിത്രങ്ങൾ മാത്രമാണ് എന്ന് ഇന്ന് സയൻസ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അക്കാലഘട്ടത്തിലെ ജനതയോട് ഇത് അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചവൻ പറഞ്ഞത് ലൗ തഅലമൂന അളീം, നിങ്ങളും അറിയുമെങ്കിൽ, നിങ്ങൾ അറിയുന്നവരാകുന്ന സമയത്ത് ഞാൻ ഈ ചെയ്യുന്ന സത്യം ഒരു വല്ലാത്ത സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചു, അതുപോലെ തന്നെ നിരീക്ഷണാലയങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളിന്ന് കണ്ടെത്തിയ ഒരു ചെറിയ കാര്യമാണ് ഇത്. അതിരുകളില്ലാത്ത വിശാലമായ ബഹിരാകാശത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളുമായി ഇന്ന് നമ്മളതിനെ ചേർത്ത് വയ്ക്കണം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം, ഒരു മണിക്കൂറല്ല, ഒരു മണിക്കൂർ ഒരു മിനിറ്റിൽ അതിൻ്റെ 60 ഇരട്ടി സഞ്ചരിക്കും. ഒരു മണിക്കൂറാകുമ്പോൾ 3600 ഇരട്ടി സഞ്ചരിക്കും. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ 3 ലക്ഷത്തിൻ്റെ 24 കൂടി സഞ്ചരിക്കും. അത് ഒരു വർഷത്തിൽ 365 ദിവസം സഞ്ചരിച്ചാൽ പ്രകാശം എത്തുന്നതാണ്. ഒരു പ്രകാശ വർഷമെങ്കിൽ
1.5 ലക്ഷം പ്രകാശവർഷത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സികൾ നമ്മുടെ ടെലസ്കോപ്പുകളിലൂടെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞ ഒരു കാലത്ത് നിന്നുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ, പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ അതാണല്ലോ. അള്ളാഹു പറയുകയാണ്, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസം ലൗ തഅലമൂന അളീം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുക. സമയം വയ്യതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ജീവിച്ചു നിൽക്കണം സഹോദരങ്ങളെ. സൂറത്തുൽ വാഖിഅ നമ്മളോട് നക്ഷത്രങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് ചിന്തയെ പായിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ പുറകെ നമ്മളോട് പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണം നിങ്ങളുടെ അധീനത്തിലല്ലെന്നാണ്, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അള്ളാഹു ഈ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യത്തെ നമുക്ക് വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിച്ചേരുമ്പോൾ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതെങ്കിൽ, എല്ലാവരും ചുറ്റും കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, നിങ്ങളെല്ലാവരും മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കുമല്ലോ. വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, അവനോട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്ത് ഞാനുണ്ടാകും, പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. നിങ്ങളെക്കാൾ അടുത്ത് ഞാനുണ്ടാകും, പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീന തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾക്ക് വല്ല കൺട്രോളും നിയന്ത്രണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവനെ ഒന്ന് എല്ലാവരും കൂടി തിരിച്ചു കൊണ്ടുവരാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മരണത്തിലാണോ ജീവിതത്തിലാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവല്ലോ. മരണത്തോട് മല്ലടിച്ച നാളുകളിൽ ലോകത്തിൻ്റെ എല്ലാ സാങ്കേതികതകളെയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും അവരുടെ ഒപ്പം ചുറ്റിപ്പൊതിഞ്ഞു നിന്നു. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച്. അള്ളാഹു ചോദിച്ചതുപോലെ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലല്ലോ. വെനസ്വേലയുടെ പ്രസിഡൻ്റായിരുന്ന ഹ്യൂഗോ ചാവേസ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുവായിരുന്നു. പക്ഷേ അദ്ദേഹം പരലോകം അംഗീകരിക്കാത്ത ആളാണ്, മരണത്തെ ഭയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജീവിക്കണം, എനിക്ക് മരിക്കാൻ കഴിയില്ല, നിങ്ങളെന്നെ മരിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന് ലോകത്തോട് നിലവിളിച്ചിട്ടും ഹ്യൂഗോ ചാവേസിനെ മരണത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഇത്രയും പറഞ്ഞിട്ട് നമ്മോട് പറയുന്ന കാര്യം അതാ. അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രിയപ്പെട്ടവരെ, മരണം വീണ്ടും വേട്ട തുടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അപ്പുറത്ത് എവിടെയാണ്, കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടുകിടക്കുക. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്ന് നാം തന്നെ അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സന്നാഹങ്ങൾക്ക് അതിൻ്റെ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ നിപ്പ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് നാം എത്രമാത്രം നിസ്സഹായരാണെന്നറിയാൻ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് എല്ലാം നേടിപ്പോയി, എല്ലാം വിരൽത്തുമ്പിലാണെന്ന് അഭിമാനിച്ചവർ വിൻഡോസിൻ്റെ തകർച്ച കൊണ്ട് ലോകത്ത് സംഭവിച്ച എന്തെല്ലാം അനർത്ഥങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ആഴ്ച ലോകം തന്നെ നടുങ്ങിയില്ലേ? എന്താണ് സർവീസ്, ഓഹരി വിപണി നിലച്ചുപോയി, ആരോഗ്യ മേഖലയെ സാരമായി ബാധിച്ചു. 6895 വിമാനങ്ങൾ റദ്ദാക്കി, 21,000 വിമാന സർവീസുകളുടെ സമയം മാറി എന്ന് പറഞ്ഞാൽ, ശാസ്ത്രവും നമ്മളും എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു വൈറസ് മതി എല്ലാം അട്ടിമറിക്കാൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചമുറ്റത്ത് നമ്മൾ ഒന്നുമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പടച്ച തമ്പുരാൻ ഈ ആയത്തിലൂടെ തരുന്നത്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ, അനുസരിച്ച് അവൻ്റെ തീരുമാനങ്ങളെ അനുകൂലമാക്കി തീർക്കാൻ. എത്ര വലുതായാലും, കൊറോണയുടെ വൈറസിന് ശേഷമാണ് വീണ്ടും വൈറസുകൾ വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓർത്ത് ജീവിക്കുക, അനുസരിച്ച് ജീവിക്കുക. ഈ പ്രകൃതിയിലെല്ലാം അള്ളാഹുവിന് വിധേയമാണ്, നമ്മൾക്ക് വിധേയമായ ഒന്നുമില്ല എന്ന്, എല്ലാം വിധേയമാണെന്ന് അഹങ്കരിക്കുമ്പോഴും അള്ളാഹു ഒരിക്കലൂടെ കാട്ടിത്തന്നുകൊണ്ടിരിക്കുക. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും സുരക്ഷിതമായ അവസ്ഥ സംജാതമാക്കി തരുമാറാകട്ടെ. അനുസരണത്തിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും ഉപകരണങ്ങളെയും അനുകൂലമാക്കി തീർക്കുന്ന അടിമകളായി മാറാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന ദുആയോടെ